അടിപൊളി ചമ്മന്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതവിടെ കഞ്ഞിയൊക്കെ റെഡി ആയിക്കണം. കഞ്ഞിയൊക്കെ ഒന്ന് ചൂടാക്കി അവിടെ നല്ല മട്ടേരിയുടെ കഞ്ഞി കേട്ടോ. കഞ്ഞി ആയതുകൊണ്ട് എത്തില്ല മീന് മീനും ചോറും. അച്ചുട്ടി ഫസ്റ്റ് ആയിക്കണം. കുറച്ചുകൂടാ. ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവർക്കും റാഹത്തല്ലേ? നമുക്കും ഇവിടെ സുഖമാണ് കേട്ടോ. കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വീഡിയോസ് പെൻഡിങ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഒക്കെ ശരിയാവും ഇൻഷാല്ലാ. പെട്ടെന്ന് നമ്മൾ ദിവസം വീഡിയോ ആയിട്ട് വരും കേട്ടോ. കുറച്ചൊരു തിരക്കുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വീഡിയോസും കൊണ്ട് വരാത്തത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ നല്ലോണം താഴെയും ഓഫീസ് റൂമും നല്ല നനച്ചുള്ളി പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ തട്ടിക്കൊട്ടിലും ഒക്കെ തിരക്കാണ് കേട്ടോ. ശനിയാഴ്ച നമ്മൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ മക്കളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികളും ഞാനും കൂടിയാണ് ഇവിടെ നന്നായിട്ട് ക്ലീൻ ആക്കി കൊടുക്കുന്നത്. എത്ര തട്ടിയാലും നമ്മളെ വീട് നന്നാവില്ല കേട്ടോ. കാരണം ചെതല് പിടിച്ചിരുന്ന വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര തട്ടിയിട്ടും കാര്യമില്ല. എന്നാലും നമ്മൾ നോമ്പും നനച്ചുള്ളിയൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഒക്കെ ഒന്ന് സെറ്റ് ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഓഫീസ് റൂമൊക്കെ നല്ലോണം തട്ടിക്കൊട്ടി അതിന് ചെതലുകളും കാര്യങ്ങളും മാറാളുകളും ഒക്കെ ഒന്ന് നീക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഞാനിവിടെ ഞാൻ 2 റൂമാണ് ഇന്ന് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. മുന്നിലെ 2 ഓഫീസ് റൂമും താഴെയാണ് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനുമായുള്ള ഒരുക്കത്തിലാണ്. രാവിലെ തന്നെ നമ്മൾ മുറ്റടിക്കലും കാര്യങ്ങളും പാത്രം കൈകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ചെതൽ നല്ലോണം പിടിക്കൂട്ടോ. നമ്മളോട് നിൽക്കുന്ന ഭാഗത്ത് നല്ലോണം ചെതൽപ്പുറ്റുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെതൽ കയറും കേട്ടോ. അപ്പോൾ ഇതാ അവിടെ മക്കളും ഉണ്ട് ഹെൽപ്പിനായിട്ട്. അവർക്ക് ഒരുപാട് ഇഷ്ടം നനച്ചിട്ട് പരിപാടി തുടങ്ങല്ലേ എന്ന് പറഞ്ഞ് തിരക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നിട്ട് വേണം ഒന്നായിട്ട് തുടച്ചെടുത്ത് റെഡിയാക്കാനായിട്ട്. പിന്നെ ഓലക്കുളിൻ്റെ തുഞ്ചങ്ങളൊക്കെ വെച്ചിട്ടൊരു പൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ആ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നമ്മൾ ടൈറ്റാക്കി കൊടുത്തിക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ മാറാലക്കുളി സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മാറാലക്കുളി സെറ്റാക്കിയത് ഇങ്ങനെയാണ്. അതിനടുത്ത് തന്നെ നമ്മളൊരു റൂമുണ്ടായിരുന്നു. അതും കൂടി ഞങ്ങൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളവിടെ നനച്ചുള്ളി പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ കൊച്ചമ്മ പിന്നെയും തുടങ്ങിയിരിക്കണേ. എന്താ മാങ്ങ. അപ്പം ഇനി മാങ്ങ എടുക്കുക, അച്ചാറിടുക. അതിനൊക്കെ ആയിട്ട് അച്ചാറിടല്ല, ചമ്മന്തി എടുക്കുക. അപ്പോൾ ഇതാ അവിടെ മാങ്ങ കൊട്ടവണ്ടി പോയപ്പോൾ മാങ്ങ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങ വാങ്ങിയിട്ട് നമുക്ക് ഒരു മാങ്ങ മതിയോ മതിയോ 2 കൈ കൊടുന്നു മാങ്ങ. അപ്പോൾ കടയിൽ നിന്ന് മാങ്ങ കൊണ്ട് ചമ്മന്തി അരച്ചാളാന്ന് പറഞ്ഞ നല്ല ഉണക്ക മീനുണ്ട് കേട്ടോ. അപ്പോൾ ഉണക്ക മീനും മാങ്ങയും കൂടി നമ്മൾ ചമ്മന്തി അരക്കണം. പിന്നെ ഇക്കാക്കാണെങ്കിൽ ഇപ്പോൾ ചൂടായതിനു ശേഷം അധികം കഞ്ഞി മതി എന്നാണ് പറയുന്നത്. കഞ്ഞിയും ചമ്മന്തിയാണ് ഉച്ചക്ക് ഉണ്ടാക്കട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പണിയും കുറവാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിയാണ് റെഡിയാക്കും. നല്ല മട്ടരിയുടെ കഞ്ഞി റെഡിയാക്കും. അതാണ് ഇപ്പോൾ ചെയ്യാറ് അധിക ദിവസം കേട്ടോ. പിന്നെ അതാ ഞാനിവിടെ മാങ്ങയൊക്കെ നല്ലോണം ചെത്തി ക്ലീനാക്കി എടുക്കണം. നല്ല മാങ്ങയും ഇഞ്ചിയും അതുപോലെ തേങ്ങയും ഉണക്കമീനും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ. ഉണക്ക മാന്തളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതൊന്ന് ചുട്ടിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ട്. നല്ല ചീനമുളകൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ടാണ്. പിന്നെ ഇക്കാക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും കഞ്ഞി മതി കാരണം ഉച്ചക്ക്. അപ്പോൾ നനച്ചിട്ട് പരിപാടി തുടങ്ങല്ലേ. അപ്പോൾ ചോറും കൂട്ടാനും ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതും കഞ്ഞിയും അച്ചമ്മന്തി തന്നെ എല്ലാവർക്കും ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ രാത്രി നമുക്കൊന്ന് സാവധാനത്തിൽ എല്ലാം കഴിഞ്ഞ് ക്ലിയർ ആയിട്ട് നമുക്ക് സാവധാനത്തിൽ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാമെന്നുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടുത്തെ മാങ്ങയൊക്കെ നല്ലോണം ചെത്തിയെടുക്കട്ടെ. പിന്നെ മാങ്ങയ്ക്ക് ഉണക്കമീനോ ഉണക്കച്ചെമ്മീനോ ഇടുന്നത് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇടുന്നത് ഉണക്കച്ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഇട്ടുകൊണ്ട് നമ്മളൊന്ന് റെഡിയാക്കി എടുക്കണം. അല്ലെങ്കിൽ നനച്ചുള്ള പരിപാടിക്ക് അങ്ങനത്തെ തിരക്കിലൊക്കെ ഒരുങ്ങും. നമുക്ക് ചോറും കൂട്ടാനൊക്കെ ഒന്ന് രാവിലെ ഉണ്ടാക്കിക്കാനൊന്നും ചിലപ്പോൾ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ കഞ്ഞിയാക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇക്കാക്ക് കുഴപ്പമില്ല. നമുക്ക് സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ കുടുംബത്തിന് സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്കും കുഴപ്പമില്ല. ഇക്കാവ് അങ്ങനെ പറഞ്ഞാൽ കഞ്ഞി പോരേച്ചാൽ മതി എന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിന്ന് കഞ്ഞി തന്നെ ഉണ്ടാക്കിയത്. കഞ്ഞിക്ക് നല്ല ഉണക്കമീനൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മാന്തളം എടുത്തിട്ടുണ്ട്. അത് ചുട്ടെടുക്കണം കേട്ടോ. അത് ചുട്ടെടുത്തിട്ട് അതും ഒക്കെ പാടെ കൂട്ടിയിട്ട് നല്ല എരിവ് തന്നെ നമ്മളോട് ചമ്മന്തി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കഞ്ഞി ഇവിടെ റെഡി ആക്കണം. കഞ്ഞി ആ മട്ടേരിയാണ് വെച്ചിട്ടുള്ളത്. മട്ടേരി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഞ്ഞി കേട്ടോ. നല്ല റേഷൻ മട്ടേരി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഞ്ഞിയൊക്കെ റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ അല്ലൂട്ടിനെ വിട്ടതാണ് കേട്ടോ. ചീനമുളക് ഇറക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചമ്മന്തിയൊക്കെ ഇറക്കുമ്പോൾ നല്ല ചീനമുളക് ആകുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവും. മൂത്ത് വലുത് മാത്രം എടുത്താൽ മതി. മുളകും ഉണക്കമീനും മാങ്ങയും പച്ചമുളകും ഒക്കെ പാടിയിട്ട് നല്ല അടിപൊളി ചമ്മന്തിയും മട്ടരിയുടെ കഞ്ഞി. ഇത്രക്കും ചീരകൾ കൊടുത്തിട്ടുള്ളൂ. മീട്ടാ ചിരകി എടുക്കട്ടോ.
ഇതാ നമ്മൾ ഉണക്കമീനും മാങ്ങയും മുളകും നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള നമ്മൾ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി ചമ്മന്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതവിടെ കഞ്ഞിയൊക്കെ റെഡി ആയിക്കണം. കഞ്ഞിയൊക്കെ ഒന്ന് ചൂടാറ്റി ഒക്കെ നല്ല മട്ടേരിയുടെ കഞ്ഞിയാണ് കേട്ടോ. ചൂടുണ്ട്. തട്ടി കൊട്ടിയിട്ടുള്ളൂ. അടിച്ചേരിട്ടിട്ടില്ല. അവിടെ നന്നായിട്ടൊരു കദ്ദായി കിടക്കണം. കഞ്ഞി കൊടുത്തിട്ട് വേണം നമുക്ക് അടിച്ചേരിട്ട് തുടങ്ങാൻ കേട്ടോ. അങ്ങനെ ആ കഞ്ഞി കുടിക്കാനായില്ലെന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചമ്മന്തിയൊക്കെ അല്ലോട്ടി തന്നെ പാത്രത്തേക്കൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ. അവന് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതന്നെയാണ് ഒക്കെ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ എൻ്റെ അച്ചുട്ടിയൊക്കെ ഇതാ കഞ്ഞി കുടിച്ചാൻ വേണ്ടി വന്നിക്കണ്. ഇക്ക വന്നിക്കണ്. ഓട്ടൊക്കെ ഓടി നിർത്തി വന്നിക്കണ് കേട്ടോ. അപ്പോൾ 12:30 മണിയൊക്കെ ആകുമ്പോൾ ഇക്ക പെരിയിലെത്തും കേട്ടോ. പിന്നെ ഒരു 3 മണിക്കൊക്കെ പോവുള്ളൂ വണ്ടി ഓട്ടാൻ കേട്ടോ. അപ്പോൾ ആ അച്ചുട്ടിക്ക് എന്തോ ഇതിൽ ഉറക്കം വരുന്നു. ഉറങ്ങലില്ല കേട്ടോ. ഇവരുണ്ടായാൽ ഉറങ്ങലില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ അവർക്ക് ചമ്മന്തി പോരാ മുട്ട പൊരിക്കണം എന്ന് പറഞ്ഞിട്ട് മുട്ട കൊണ്ടുവന്നിക്കണം കേട്ടോ. അപ്പോൾ ഓൾ തന്നെയാണ് മുട്ട പൊട്ടിച്ചലും ഇളക്കലും പൊരിച്ചാൽ മാത്രമേ എനിക്ക് തരുള്ളൂ കേട്ടോ അച്ചുട്ടി. അപ്പോൾ അച്ചുട്ടിക്ക് തന്നെ മുട്ട പൊട്ടിച്ച് വയ്ക്കണം. അത് കേകിയൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടുള്ള മുട്ടകളൊക്കെ നമ്മൾ ഫ്രിഡ്ജിലുണ്ടാവും. അത് കുട്ടികൾ പൊരിച്ചുന്നതാണ് കേട്ടോ. പൊരിച്ചും ചെയ്യും പൊഴുങ്ങും ചെയ്യും കേട്ടോ. അപ്പോൾ അവർക്ക് ചമ്മന്തി വേണ്ട, നമുക്ക് മുട്ട പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിന് 4-5 മുട്ടകൾ എടുത്തുകൊണ്ടിരുന്നു. അതാണ് ഓളെ കണക്ക് കേട്ടോ. അങ്ങനെ മുട്ട എടുത്ത് കൊണ്ടുവന്ന് ഓളെന്നെ പൊട്ടിച്ച് ഉപ്പിട്ട് തരും. നമുക്ക് പൊരിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഓൾക്ക് മുട്ട തിന്നണമെന്ന് തോന്നിയാൽ ഓളെന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കലക്കി ഒക്കെ റെഡിയാക്കി എനിക്ക് തരും. അങ്ങനെയാണ് ചെയ്യില്ല. അപ്പോൾ ആദ്യക്കുട്ടിനും ആണെന്ന് പറഞ്ഞിട്ട് ഇത് ആദ്യക്കുട്ടിനും കൊണ്ടുവന്നിക്കണം കേട്ടോ. അങ്ങനെ ഉണക്കമീനും ഞാൻ പൊരിച്ചെടുത്ത് ചമ്മന്തി ഉണ്ട്, ഉണക്കമീനും പിന്നെ കുട്ടികൾക്ക് മുട്ടയും. അതൊക്കെ നമ്മൾ ഇന്നത്തെ ഉച്ചക്കത്തെ കൂട്ടാൻ കേട്ടോ. ഉണക്കമീനും ചമ്മന്തി കൂട്ടി കഴിഞ്ഞിട്ട് പൂച്ചക്ക് നിർത്താം. പൂച്ചക്ക് കഞ്ഞി ആയതുകൊണ്ട് എത്തില്ല. മീന് ഉണക്കമീനും ചോറും. അങ്ങനെ ഇക്ക ചോറുന്നാ അങ്ങോട്ട് അടുക്കളയ്ക്ക് എത്തിയാൽ ഈ പൂച്ച വരും കേട്ടോ. ഈ പൂച്ച ഇക്ക ചോറ് ഇട്ട് കൊടുക്കുന്ന കണക്കുണ്ട് കേട്ടോ. അപ്പോൾ അത് വരും. അപ്പോൾ അത് അങ്ങനെ ചോറൊക്കെ അതിന് ചോറില്ലായിരുന്നു. അപ്പോൾ കഞ്ഞിയിൽ കുറച്ച് പറ്റെടുത്തുകൊണ്ട് ഉണക്കമീനൊക്കെ തിരുമ്പിയിട്ട് ഇക്ക വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ അച്ചുട്ടിയുടെ മുട്ടയൊക്കെ ഓളോ ഉപ്പൊക്കെ ഇട്ട് എനിക്ക് തന്നിട്ടുണ്ട്. ഇനി ഒന്ന് പൊടിപ്പൊടിയായിട്ട് ചിക്കി കൊടുക്കണം കേട്ടോ. അതാണ് നമുക്ക് ഇഷ്ടം. നല്ലോണം ഒന്ന് ചിക്കി കൊടുക്കൂട്ടോള്. അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ. ഉള്ളിയൊന്നും ഒക്കെ പറ്റില്ല കേട്ടോ. ഉള്ളിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്നും കൊണ്ട് ചിക്കി കൊടുക്കും കേട്ടോ. കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് റെഡിയാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഓക്കെ ഇടയ്ക്കിങ്ങനെ തോന്നുന്ന നേരത്തെ ഇങ്ങനെ എടുത്തുകൊണ്ട് പൊട്ടിച്ച് തരാണ് ഉമ്മച്ചേത് ചുട്ടി പൊരിച്ചേരി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇതാ ഞാനിവിടെ ഒക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ അച്ചുട്ടികൾ കൂട്ടാനും റെഡി ആയിട്ടുണ്ട്. അച്ചുട്ടിക്കും ആദ്യട്ടിക്കും മുട്ട വേണമെന്ന് പറഞ്ഞു. മറ്റവർക്കൊക്കെ ഒരു ഉണക്കമീനും ചമ്മന്തി ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കളും ഇക്കയും എല്ലാവരും കഞ്ഞി കുടിക്കുന്ന തിരക്കാണ് കേട്ടോ. അല്ല ചമ്മന്തി നല്ല എരിവ് തന്നെ നമ്മൾ അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മുട്ട വേണ്ടവർക്ക് മുട്ട എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കഞ്ഞിക്കുടിയിലാണ് കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നും പറഞ്ഞിട്ട് ഞാൻ ഓരോ കൂടെ ഇരുന്നിട്ടില്ല കേട്ടോ. മക്കൾക്കും മിക്കാക്കും ഒക്കെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കഞ്ഞി കേട്ടോ. അച്ഛ ഫുള്ള് കഞ്ഞി കുടിച്ചാണ് കേട്ടാ. ബാക്കിയാക്കരുത് ആരും. അങ്ങനെ ഇക്കാൻ്റെ കഴിഞ്ഞാൽ പിന്നെ അതിൽ ഞാൻ അങ്ങോട്ട് കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കൊക്കെ നീച്ചാൽ പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതിൻ്റെ കൂടെ തന്നെ കുട്ടികളെ കൂടെ തന്നെയാണ് കഴിഞ്ഞോളും വിചാരിച്ച് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നനച്ചിട്ട് പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ച് കണ്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് നല്ല വേവിച്ചിക്കണം ഞാൻ മട്ടരി ഇട്ട്. അപ്പോൾ നല്ല വേവിച്ചോണ്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ചമ്മന്തിയും കൂട്ടി അങ്ങോട്ട് കഴിക്കട്ടോ. അപ്പോൾ ഇതാ നല്ല ഉണക്കമീനും കൂട്ടിക്കാണ് നമ്മൾ കഞ്ഞിയൊന്ന് കുടിക്കട്ടെ കേട്ടോ. അച്ചുട്ടി ഫസ്റ്റ് കുറച്ചുകൂടെ കേട്ടാ. അച്ചുട്ടിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കഞ്ഞിക്ക് കുറച്ചും കൂടി കഞ്ഞിക്ക് മുട്ടയും വേണം ഒക്കെ ഇല്ലേ. അവൾക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് മുട്ട തോന്നിയാ ഓള് മുട്ട എടുത്ത് കാടമുട്ട എടുത്ത് പൊട്ടിച്ച് പൊന്നവിടെ ക്ലീൻ ആക്ക ജനല്. പൊന്ന് ജനല് ക്ലീൻ ആക്ക.
ഇവരൊക്കെയാണ് പണിക്കാര് വന്നിട്ടുണ്ട് നന്നാക്കി വലിയ സഹായിക്കാള് നന്നാക്കി തരുന്ന കുട്ടാണ് ഉള്ള പണി ഏറെ ആക്കുക ഇവിടെ പണി ഏറെ ആക്കാണ് കസാരൊക്കെ പുറത്തേക്കിടി അങ്ങനെ ഇതാ കുട്ടികൾ തന്നെ ഒരുങ്ങിക്കണം കസേരയും സ്റ്റൂളൊക്കെ മോറാനായിട്ട് കുട്ടികൾ തന്നെ ഒരുങ്ങിക്കണം അവർക്ക് ആ ഹോസ് പൈപ്പ് എടുത്ത് അതിൽ വെള്ളം കളിക്കും ചെയ്യുക പിന്നെ ഒരാൾ നല്ലോണം വരക്കുന്നുണ്ട് മറ്റേ വെള്ളം തെളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ട് അങ്ങോട്ട് വരക്കാൻ നിന്നിക്കണം കേട്ടോ അപ്പോൾ പുറത്ത് കിട്ടുകയാണ് ഓരോ ജോലി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കസേരയും സ്റ്റൂളും കാര്യങ്ങളൊക്കെ ഓരെന്നെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊന്ന് നേരെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിന് മുന്നിലുള്ള ഫസ്റ്റത്തെ വരക്കലും കാര്യങ്ങളൊക്കെ കുട്ടികൾ ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ ദിവസമുണ്ട് നോമ്പുമണി തുടങ്ങില്ലേ എന്ന് പറഞ്ഞ് വെയിറ്റ് നടക്കുന്നുണ്ട് കാരണം അവർക്ക് ആ വെള്ളത്തിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൽ കളിച്ചാനും ഒരുക്കാനും ഇതിനൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ഓരോരുത്തർ നല്ലോണം അച്ചുട്ടിയൊക്കെ ഇറങ്ങിക്കണം വരക്കാനായിട്ട് ഓരോരുത്തർ കേക്കിലും കൊണ്ടുപോയി വെക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ അകം തുടക്കാനും റാക്കും തട്ടിക്കൊട്ടാനും അതിനൊക്കെ ആയിട്ട് ഒരുങ്ങിക്കണം അപ്പോൾ മറ്റൊരു പുറത്ത് തന്നെ വെച്ച് കാണും ഓലൊക്കെ എല്ലാം റെഡിയാക്കാം ഞാനിവിടെ ജനലും കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കാനുണ്ട് നല്ലോണം സോപ്പ് ഒന്നും കൊണ്ട് നല്ല തുണിയിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അച്ചുട്ടിൻ്റെ കൂടിൻ്റെ അടുത്ത് ഞാൻ എന്തെടുക്കണോ അവിടെ എൻ്റെ അച്ചുട്ടി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓൾ ഞാൻ സോഫയൊക്കെ തുടച്ച് ക്ലീൻ ആക്കാൻ അമ്മ ചെയ്യാൻ കേട്ടോ അങ്ങനെ ഓൾ അച്ചുട്ടിൻ്റെ അടുത്ത് വന്നിക്കണം മറ്റുള്ള ഇതാ അവിടെ പുറത്ത് സ്റ്റൂളും മറ്റേതൊക്കെ കഴിഞ്ഞ സ്റ്റൂളും ഒക്കെ ഇറങ്ങിക്കണം കേട്ടോ അപ്പോൾ അച്ചുട്ടിക്കാണെങ്കിൽ ആ വാതിൽ എത്തണില്ല അറിയാമല്ലോ വാതിലുമേ ഓരോ തുണി കഷ്ണിട്ട് അടിച്ച് തോത്തേനെ കേട്ടോ എത്താത്തത് കൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ഒരു കഥയാണ് കേട്ടോ ഒക്കെ പാടെ ഒക്കെ കഴിയണം ഓരോരുത്തരെ പണികൾ ചെയ്യുന്നുണ്ട് നമ്മളിതാ അവിടെ നല്ല ജനലും വാതിലും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കുട്ടികളാണെങ്കിൽ സോഫ സെറ്റും അതുപോലെ തന്നെ നലും ഒക്കെ ചുമരും ഒക്കെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഏതായാലും 3 ആളെ കയ്യിലുണ്ട് തുണികൾ എടുത്തേക്കണം 3 ആളും തുടക്കാനായിട്ട് തന്നെ മെനക്കെട്ട് വന്നിക്കണം കേട്ടോ നമ്മൾ അച്ചുട്ടിയും പൊന്നൂസും ഒക്കെ കേട്ടോ എന്താ എല്ലാവരും നനച്ചിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞോ നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിന് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നനച്ചിട്ട് പരിപാടി കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ അത് ഇനി ഏതായാലും നാളെ ഏതായാലും ലീവാണ് അപ്പോൾ നാളെ അങ്ങോട്ട് ഫുള്ള് ക്ലിയർ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അടുക്കള എത്തിക്കണം അടുക്കളയും കൂടി ഒന്നുണ്ട് അടുക്കളയാണ് ഭയങ്കര പണി ഉണ്ടാവുക അപ്പോൾ അടുക്കളയും കൂടി ഒന്ന് ക്ലീൻ ആക്കാണ്ട് അതിനിപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിന് പോകുന്നുണ്ട് കുടുംബശ്രീയുടെ കീഴിൽ ഒരു പരിശീലന ക്ലാസ് ഉണ്ട് കേട്ടോ ക്ലീനിങ് ഐറ്റംസ് പഠിപ്പിച്ച് തരുന്നുണ്ട് അപ്പോൾ ഞാൻ മാഷാ അല്ലാഹ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കോഴ്സായിരുന്നു അപ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ ഞാനും പോകുന്നുണ്ട് കേട്ടോ കുറേ ദൂരം പോകണം പെരിന്തൽമണ്ണ അപ്പുറമാണ് കേട്ടോ പെരിന്തൽമണ്ണ അടുത്താണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് മക്കളൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഞാനും മച്ചുട്ടിനും കൊണ്ട് പോവലാണ് ഇപ്പോൾ ചെയ്യാറ് കേട്ടോ 4 ദിവസമായി ഇന്ന് പോവൽ തുടങ്ങിയിട്ട് അപ്പോൾ ഇനി ഒരു 10 ദിവസം കൂടി ഉണ്ടാവും കേട്ടോ 10 നോമ്പിനൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ക്ലാസ് കിട്ടിയാൽ നല്ല സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ട് പഠിച്ചിറങ്ങിയിട്ട് വേണം എന്തെങ്കിലും തുടങ്ങി മുന്നോട്ടേക്ക് പോകാനായിട്ട് കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നനച്ചുള്ളിപ്പണി ഫുള്ളായിട്ട് തീർന്നിട്ടില്ല കേട്ടോ ഇനി അടുക്കളയും കൂടി ഉണ്ട് അടുക്കള വരെ എത്തിക്കണ് അപ്പോൾ അത് ഇനി ഏതായാലും നാളെ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ക്ലാസ് ഒഴിവാണ് അപ്പോൾ അന്ന് ഫുള്ളായിട്ട് തീർക്കണം എന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ അപ്പോൾ കണ്ടില്ല ഓരോരുത്തരെ കോലം കണ്ടില്ല ആകെ ചളി പീടി ആയിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നേരം ഇവിടെ 3:30 മണി അസ്ർബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതോടുകൂടി കഴിഞ്ഞിട്ട് ഇവിടെ നല്ലൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ തുടച്ചെടുക്കാനായിട്ട് ഒരുങ്ങിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും